ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിലേക്ക് പോവാണ്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ ആദ്യം ഓറക്കിൾ കാർഡ് ഷഫിൾ ചെയ്യും. നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജിയുമാണ് നോക്കുന്നത്. അതിനുശേഷം നമ്മൾ ടാറോ കാർഡും കൂടി നോക്കുന്നതാണ്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. ആദ്യം എടുക്കുന്ന കാർഡ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ കോൺവെർസേഷനാണ് കിട്ടിയിട്ടുള്ള കാർഡ്. ഓറക്കിൾ കാർഡ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ട് സംസാരിക്കുവാനായിട്ട് താല്പര്യമുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷന് താല്പര്യമുണ്ട് എന്നാണ് ആദ്യത്തെ കാർഡ് തന്നെ കിട്ടിയിട്ടുള്ളത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും സെപ്പറേഷനിലായിരിക്കാം, നോ കോണ്ടാക്റ്റിലായിരിക്കാം. ഇവിടെ അവർക്ക് നിങ്ങളോട് സംസാരിക്കുവാൻ താല്പര്യമുണ്ട്, നിങ്ങളെ കാണുവാൻ താല്പര്യമുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുവാനും കാണുവാനുമായിട്ടുള്ള എല്ലാ സാഹചര്യമുണ്ടെന്ന് ആദ്യത്തെ കാർഡ് തന്നെ പറയുന്നു. ഈ ഓറക്കിൾ കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ടാറോ കാർഡ് കൂടി നോക്കാം. യൂണിവേഴ്സ് എന്താണ് നമുക്ക് നൽകുന്ന മെസ്സേജ് നമുക്ക് നോക്കാം. ഒരുപാട് കാർഡ്സ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടി നോക്കാം. കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവാം, കാരണം കുറേ നാളായിട്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിരിക്കാം. അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടാകാം. ഇവിടെ കിട്ടിയിട്ടുള്ള കാർഡ് 2 ഓഫ് പെന്റക്കിളാണ്. 2 ഓഫ് പെന്റക്കിൾ എന്ന് പറയുമ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളും അവരും തമ്മിലുള്ള ഈ സെപ്പറേഷൻ അവസാനിപ്പിച്ചിട്ട് ഒരു പുതിയ ലൈഫ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. ഒരു ഇക്വിലിബ്രിയം ഈ റിലേഷൻഷിപ്പിൽ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഒരു സമയമെന്ന് പറയുന്നത് അനുയോജ്യമായിട്ടുള്ളൊരു സമയമായിട്ട് യൂണിവേഴ്സ് കാണിച്ചു തരുന്നു. ഈ ഒരു സെപ്പറേഷൻ തന്നെയാണ്, ഈ ഒരു നോ കോണ്ടാക്ട് തന്നെയാണ് നിങ്ങൾക്കും അവർക്കും നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഒരുമിച്ചുള്ളപ്പോൾ രണ്ടുപേർക്കും ആ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പോഴാണ് നിങ്ങൾ അവരുടെ ലൈഫിൽ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്കും അവർ നിങ്ങളുടെ ലൈഫിൽ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാം. തെറ്റുകൾ തിരുത്തിക്കൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് ഒരു പുതിയ ലൈഫ് അവർ ആഗ്രഹിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ഓറക്കിൾ കാർഡ് നോക്കാം. ഗോസിപ്സ്. ഇവിടെ അവർ നല്ല രീതിയിൽ ഭയപ്പെട്ടതായിട്ടാണ് കാണിക്കുന്നത്. മറ്റുള്ള വ്യക്തികൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്തു പറയും, എന്തു ചിന്തിക്കും? അപ്പോൾ അത് അവരുടെ ലൈഫിനെ ഒരുപാട് ബാധിക്കുമായിരിക്കാം. സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. ആ ഒരു ഭയത്തെയാണ് ഇവിടെ നിങ്ങളും അവരും തമ്മിൽ സെപ്പറേഷൻ ഉണ്ടാക്കാനായിട്ട് കാരണമെന്ന് ഓറക്കിൾ ഡെക്ക് പറയുന്നു. ആ ഒരു കാര്യത്തിനെ ആയിരിക്കണം അവർ ഭയപ്പെട്ടിരുന്നത്. ഈ ഒരു കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ടാരോട്ട് കാർഡ് നോക്കാം. യൂണിവേഴ്സ് എന്താണ് ഇവർക്ക് നൽകുന്ന മെസ്സേജ്? എന്തായിരിക്കും ഇവരുടെ പേഴ്സൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം? പേജ് ഓഫ് പെന്റക്കിളാണ് കിട്ടിയിട്ടുള്ളത്. എന്താണ് പേജ് ഓഫ് പെന്റക്കിൾ പറയുന്നത് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യാണ്, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാണ്, ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാണ്. പെന്റക്കിൾ കാർഡ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രോത്തിനെയാണ് കാണിക്കുക. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് ഫിനാൻഷ്യൽ പരമായിട്ട് നല്ല രീതിയിലുള്ള പ്രോഗ്രസ് ഉണ്ടാകുന്നുണ്ട്. എങ്കിൽ കൂടിയും അവരുടെ ആംബിഷനെ ഫോളോ ചെയ്യുന്നതായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്.
ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നു. ഗോസിപ്പിനെ ഭയന്നുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവരിലേക്ക് വരുന്നുണ്ട്, ഗ്രോത്ത് വരുന്നുണ്ട്, അവരുടെ കരിയറിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട്. അതെല്ലാം അവരുടെ പ്രോഗ്രസ് തന്നെയാണ്. എങ്കിൽ കൂടിയും ഒരു ന്യൂ കണക്ഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ ഒരു ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഇവിടെ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് പുതുതായിട്ട് പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ഇവിടെ അവരുടെ സ്വപ്നങ്ങളെയാണ് കാണിക്കുന്നത്. അത് നേടിയെടുക്കാനായിട്ട് അവരായിട്ട് മുൻകൈ എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. നെക്സ്റ്റ് ഒറാക്കിൾ ഡെക്ക് എന്താ നോക്കാം. യൂണിവേഴ്സ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് എന്താണ് യൂണിവേഴ്സിൻ്റെ മെസ്സേജ്? ആബ്സെൻസ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിത്തൗട്ട് യു. നിങ്ങളെ അത്രയേറെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളില്ലാതെ അവരുടെ ഒരു ഭാഗം തന്നെ ഇല്ലാതായി പോകുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത്രയേറെ നിങ്ങളെ അവർ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത്, ആ ഒരു കാര്യം അവർ നേടിയെടുത്തിട്ടുണ്ട്. അവരുടെ കരിയർ ആയിരിക്കാം. പക്ഷേ എന്തൊക്കെ നേടിയെടുത്താലും നിങ്ങളുടെ ആ ഒരു സ്നേഹവും കരുതലും അതവർക്ക് മിസ് ചെയ്യുന്നു. നിങ്ങളും അവരും സംസാരിച്ചിരുന്ന നിമിഷങ്ങൾ അവർക്ക് മിസ് ചെയ്യുന്നു. നിങ്ങളില്ലാതെ അവരുടെ ഒരു ഭാഗം തന്നെ ഇല്ലാതായി പോകുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളിലേക്ക് മടങ്ങി വരുവാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് ഒറാക്കിൾ ഡെക്ക് പറയുകയാണ്. ഇവിടെ ഈ കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ടാരോട്ട് കാർഡ് എടുക്കാം. യൂണിവേഴ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് മെസ്സേജ് നൽകുന്നത്? 4 ഓഫ് പെൻഡക്കിൾ ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ പെൻഡക്കിൾ കാർഡ് എന്ന് പറയുന്നത് അവരിലേക്ക് വരുന്ന ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി തന്നെയാണ്, അവരിലേക്ക് വരുന്ന ഒരു ഗ്രോത്ത് തന്നെയാണ്. എങ്കിൽ കൂടിയും അവർ നിങ്ങളെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അവർ അവരുടെ കരിയറും അവരുടെ കാര്യങ്ങളൊക്കെ അവർ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. എങ്കിൽ കൂടിയും അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. അവർ കണ്ണടച്ചുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണെന്ന് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നു. ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി തരണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ റിലേഷൻഷിപ്പ് സക്സസിൽ തന്നെയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ റിലേഷൻഷിപ്പ് എവിടെയും എൻഡായി പോകില്ല എന്ന് യൂണിവേഴ്സ് പറയുന്നു. കാരണം യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഒരു ഹെൽപ്പ് കൊണ്ടുവരുന്നു. വ്യക്തികളിലൂടെ ആയിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളെ സഹായിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആവശ്യമായ സമയത്ത്, എപ്പോഴാണോ നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ഹെൽപ്പ് ആവശ്യമായ സമയത്ത് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ആ ഹെൽപ്പ് തരുന്നു, ആ ഒരു സഹായം തരുന്നു. ഓക്കെ, വ്യക്തികളിലൂടെ ആയിരിക്കാം നിങ്ങളിലേക്ക് ഒരു ഹെൽപ്പ് വരുന്നത്. നിങ്ങൾ അറിയാതെ തന്നെ യൂണിവേഴ്സ് അവരിലൂടെ പ്രവർത്തിക്കുന്നു. കാരണം നിങ്ങളും അവരും കാണുവാനായിട്ടുള്ള സാഹചര്യം, ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വ്യക്തികളിലൂടെ ആയിരിക്കാം. ആ അവസരം തന്നെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. കാരണം നിങ്ങളും അവരും ഒരുപോലെ തന്നെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ഒരുപോലെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അബണ്ടൻ തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ആവശ്യം എന്താണോ ആ ഒരു ആവശ്യം നേടാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നെക്സ്റ്റ് ഒറാക്കിൾ ഡെക്ക് എടുക്കാം. റിഫ്ലക്ഷൻ എന്നാണ് കിട്ടിയിട്ടുള്ളത്. ബീയിങ് away from you has allowed me to gain clarity. അപ്പോൾ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാവാൻ കാരണം, ഇത് എത്രത്തോളം വാല്യുബിൾ ആണെന്ന് മനസ്സിലാക്കാൻ കാരണം ഈ ഒരു ഡിസ്റ്റൻസ് തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണെന്ന് അവർ തിരിച്ചറിയുന്നു. ഈ ഒരു സെപ്പറേഷൻ അത് തന്നെയാണ് അവരിലേക്കൊരു ക്ലാരിറ്റി കൊണ്ടുവന്നത്. നിങ്ങളെ അവർക്ക് മറക്കാനായിട്ട് സാധിക്കില്ല എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ടാരോട്ട് കാർഡ് നോക്കാം.
എന്താണ്? സൺകാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഒന്നും പറയാനില്ല. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് യൂണിവേഴ്സിനോട് നമ്മൾ ചോദിക്കുമ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്താണ്? സക്സസ് എന്നാണ്. സൺകാർഡ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളിലേ നമുക്ക് കയറി വരുള്ളൂ. അത്രയും സന്തോഷിക്കാൻ പോകുന്ന ദിവസങ്ങളിലേ നമുക്ക് കയറി വരുള്ളൂ. അപ്പോൾ സൺകാർഡ് എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സണെ നിങ്ങളെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ അബണ്ടൻ തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇവരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്നു. ലവ് നിങ്ങളിലേക്ക് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നു. മാനിഫെസ്റ്റിംഗ് ഡ്രീം എന്നാണ് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവർ നിങ്ങളെ മറന്നുപോയെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഇവിടെ യൂണിവേഴ്സ് ആയിട്ട് തന്നെ അവരിലേക്ക് പുതിയതായിട്ടുള്ള അറിവുകൾ കൊടുക്കുകയാണ്. നിങ്ങളെന്ന വ്യക്തിയുടെ മഹത്വം എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ, അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് എത്രത്തോളം സ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അത് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ്. യെസ്, നിങ്ങൾ സന്തോഷിക്കാനായിട്ട് തയ്യാറാവൂ എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു. ഇവിടെ നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നതായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ആദ്യം കാണിച്ചിട്ടുള്ളത്. ഇവിടെ സക്സസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു കാർഡും കൂടി എടുത്തിട്ട് നമുക്ക് റീഡിംഗ് അവസാനിപ്പിക്കാം. ഒരു ഒരക്കൽ ഡെക്ക് കൂടി എടുക്കാം. കെമിസ്ട്രി. I have never felt a passion this intense. ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും തീവ്രമായിട്ടുള്ളൊരു അഭിനിവേശം എനിക്ക് വേറെ എവിടെയും കിട്ടിയിട്ടില്ല. കാരണം അവരുടെ ലൈഫിൽ അവർ ഒത്തിരി പേരെ കാണുന്നുണ്ടാവാം, അവരുടെ ലൈഫിലൂടെ ഒത്തിരി പേര് വന്നു പോയിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങളോട് തോന്നുന്ന അത്രയും അഭിനിവേശം വേറെ എവിടെയും തോന്നിയിട്ടില്ല എന്ന് അവർ ഇപ്പോൾ തിരിച്ചറിയാണ്. മേ ബി നിങ്ങളുടെ ആ ഒരു സ്നേഹം തന്നെ ആയിരിക്കണം അവരെ ഇത്രത്തോളം നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കാതെ വന്നിട്ടുള്ളത്. നിങ്ങളുടെ പുഞ്ചിരി, നിങ്ങളുടെ കണ്ണുകളായിരിക്കാം, നിങ്ങളുടെ സംസാര രീതിയായിരിക്കാം, എല്ലാം അവരെ അത്രയേറെ ആകർഷിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാർഡുമായി ബന്ധപ്പെട്ട് ടാരോട്ട് കാർഡ് എടുക്കാം. ഫുൾ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. എന്താണ്? ഈ റിലേഷൻഷിപ്പ് എവിടെ ഉണ്ടായി പോയില്ല എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളിലേക്കൊരു പുതിയ തുടക്കമാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്കൊരു ന്യൂ ബിഗിനിങ് ആണ് കാണിക്കുന്നത്. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇനി പൂർണ്ണ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട്, അതായത് നിങ്ങൾക്ക് പാസ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിൽ ഒരു സ്റ്റക്ക് എനർജി ഉണ്ടാവാം. ഗോസിപ്പ് ഭയപ്പെട്ടിട്ടുണ്ടാവാം, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് പേടിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഇവിടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് കാണിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഭയക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണെന്ന് ഒരു വ്യക്തത രണ്ടുപേർക്കും ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വ്യക്തത തന്നെയാണ് ഈ റിലേഷൻഷിപ്പിന് ഒരു പുതുജീവൻ നൽകാനായിട്ട് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു മണി കാർഡ് കൂടി എടുക്കാം. എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. മണി മാനേജർ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാർഡ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഈ കാർഡ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫിനാൻഷ്യൽ പരമായിട്ടുള്ളൊരു ഗ്രോത്ത് നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോവാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നേക്കാളും മേലേക്ക്, ഒരു പടി മേലേക്ക് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഫിനാൻഷ്യലായിട്ട് ഒരു കുതിച്ചുചാട്ടം എന്ന് പറയില്ലേ, ഒരു പ്രോഗ്രസ് എന്ന് പറയില്ലേ, അതാണ് നിങ്ങളിലേക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേരിൽ കരിയർ പരമായിട്ട് സ്റ്റക്ക് എനർജി ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ഇനി എൻ്റെ ലൈഫിൽ എന്താണ് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവാം. റിലേഷൻഷിപ്പിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, എങ്കിൽ കൂടിയും നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മുടെ കരിയറിൽ ചെറിയ രീതിയിലുള്ള സ്റ്റക്ക് എനർജി ഉണ്ടാവുമല്ലോ. ആ ഒരു സ്റ്റക്ക് എനർജിക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു കാർഡ് എടുത്തത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല. ഒരു സ്റ്റക്ക് എനർജി വന്നിട്ടുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനേക്കാളും മേലേക്ക്
നിങ്ങളുടെ കരിയറിൽ ഒരു പ്രോഗ്രസ്സാണ്. നിങ്ങളുടെ പേഴ്സൺ എവിടെയും പോകില്ല, അത് നിങ്ങളിലേക്ക് തന്നെയാണ്. ഇവിടെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള പ്രോഗ്രസ്സും കൂടി വേണ്ടേ? നമുക്കൊരു ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ പ്രേമം മാത്രം പോരല്ലോ, അവരുടെ സ്നേഹം മാത്രം പോരല്ലോ. ജീവിക്കാനായിട്ട് നമുക്ക് മണി എന്നുള്ളൊരു കാര്യം വേണം. ആ ഒരു പവറിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരാണ്. അത് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഒരു കുതിച്ചു ചാട്ടം, നിങ്ങളുടെ ഒരു പ്രോഗ്രസ് ആണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അത് നിങ്ങളുടെ കരിയറിലാണ്. ഓക്കെ, ഒരു കാർഡും കൂടി വേണമെങ്കിൽ എടുക്കാം ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. ചേഞ്ച് എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ചേഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു ചേഞ്ച്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ബെറ്റർ കമ്മിങ് യുവർ വേ എന്നാണ് പറയുന്നത്. നല്ലതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ കരിയറിൽ അബണ്ടൻ ആണ് സംഭവിക്കാൻ പോകുന്നത്. യൂണിവേഴ്സിനോട് താങ്ക് യു പറയാം. നമുക്ക് എല്ലാം സംഭവിക്കുന്നതിനേക്കാൾ മുന്നേ നമുക്ക് യൂണിവേഴ്സിനോട് താങ്ക് യു പറയണം. ഇവിടെ യൂണിവേഴ്സിനോട് നമുക്ക് നൽകുന്നതിനേക്കാൾ മുന്നേ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാലേ നമ്മളിലേക്ക് അത് സംഭവിക്കുകയുള്ളൂ. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ആ ഒരു കാര്യം എങ്ങനെ പറയണം? ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പറയാം, എൻ്റെ യൂണിവേഴ്സ്, ഞാൻ എന്ന വ്യക്തിയെ എൻ്റെ യൂണിവേഴ്സിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. പ്രപഞ്ചശക്തി എന്തെന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുകയാണ്. എൻ്റെ പേഴ്സൺ ഞാൻ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം കേട്ടോ, എങ്ങനെയാണെന്ന് വെച്ചാൽ മാനിഫെസ്റ്റ് ചെയ്യാം. എൻ്റെ പേഴ്സൺ ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്നിലേക്ക് മടങ്ങി വന്നതിന്, എന്നെ സ്നേഹിക്കുന്നതിന് ഞാൻ യൂണിവേഴ്സിനോട് താങ്ക് യു പറയുകയാണ്. ഈ ഒരു പുരോഗതി എൻ്റെ ലൈഫിലേക്ക് സംഭവിച്ചതിന് ഞാൻ താങ്ക് യു പറയുകയാണ്. അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച ഒരു കരിയർ, ഞാൻ ആഗ്രഹിച്ച ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഇതെല്ലാം എന്നിലേക്ക് തന്നതിന് ഞാൻ യൂണിവേഴ്സിനോട് താങ്ക് യു പറയുന്നു. നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ സാലറി, ആ ഒരു സാലറി നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. ഇത്ര സാലറി എന്നിലേക്ക് തന്നതിന്, ആ ഒരു അബണ്ടൻ എന്നിലേക്ക് തന്നതിന്, നല്ലൊരു കരിയർ എനിക്ക് തന്നതിന് ഞാൻ യൂണിവേഴ്സിനോട് താങ്ക് യു പറയുകയാണ്. ഇങ്ങനെയാണ് നിങ്ങൾ യൂണിവേഴ്സിനോട് താങ്ക് യു പറയേണ്ടത്. അവിടെയാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സ് തരുന്നത്. ഒരു ദിവസം നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചാൽ പോരാ, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ഓക്കെ, അപ്പോൾ ഈ റീഡിങ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുവാനും സംസാരിക്കുവാനും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോഗ്രസ് ഉണ്ടാകുവാനും യൂണിവേഴ്സ് എല്ലാ സാധ്യതയും കാണിച്ചു തരുന്നു. ആദ്യത്തെ കാർഡ് കോൺവെർസേഷനാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ടാറോ കാർഡ് നോക്കുമ്പോൾ സണ്ണാണ് കിട്ടിയിട്ടുള്ളത്. അത് പ്രോഗ്രസ് തന്നെയാണ് കാണിക്കുന്നത്. ഈ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.